നമ്മളിൽ പലരും വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടാകും അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഏതാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വലുപ്പം വെച്ച് നോക്കിയാൽ സൗദി അറേബ്യയിലെ ദമാമിലുള്ള കിങ് ഫഹദ് എയർപോർട്ടാണ് ഇന്ന് ഒന്നാമൻ. നമ്മുടെ കൊച്ചി നഗരത്തിന്റെ ഏകദേശം ഇരട്ടി വലുപ്പം വരും ഇതിന്. എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു പോയും ഇരിക്കുന്നത് അമേരിക്കയിലെ അറ്റ്ലാന്റ് എയർപോർട്ടിലാണ്. വർഷങ്ങളായി ആ തിരക്കിന്റെ കാര്യത്തിൽ അറ്റ്ലാന്റയെ വെല്ലാൻ ആരുമില്ല. പക്ഷേ ഈ കണക്കുകളും ഒന്നാം സ്ഥാനവും ഒക്കെ ഉടൻ തന്നെ മാറാൻ പോവുകയാണ്. കാരണം ലോകയാത്രയുടെ തലസ്ഥാനം എന്ന പദവി സ്വന്തമാക്കാൻ ഗൾഫ് മേഖലയിൽ ഒരു കിടിലൻ മത്സരം തുടങ്ങിക്കഴിഞ്ഞു. ദുബായും റിയാദും തമ്മിലാണ് ഈ പോരാട്ടം. ലോകത്തെ അമ്പരപ്പിക്കാൻ പോകുന്ന രണ്ട് പടുകൂറ്റൻ എയർപോർട്ടുകളാണ് അവിടെ ഒരുങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ദുബായിലേക്ക് പോകാം. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരിടമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന്റെ വളർച്ചയ്ക്ക് ഇപ്പോൾ ചില പരിമിതികളുണ്ട്. ആ പ്രശ്നം മറികടക്കാനാണ് ദുബായ് അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പുതിയ സ്വപ്ന പദ്ധതിക്ക് വേഗത കൂട്ടുന്നത്. ഇതൊരു സാധാരണ എയർപോർട്ട് വികസനമല്ല, മറിച്ച് ഏകദേശം 3 ലക്ഷം കോടി രൂപയോളം മുതൽ മുടക്കുള്ള ഒരു വലിയ പദ്ധതിയാണ്. പൂർത്തിയായി കഴിയുമ്പോൾ പ്രതിവർഷം 26 കോടി യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാൻ അതിന് കഴിയും. അതായത് ഇന്നത്തെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടിനേക്കാൾ ഇരട്ടിയധികം ആളുകൾ. 5 കൂറ്റൻ റൺവേകളും 400-ലധികം വിമാനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടാകും. വൈകാതെ തന്നെ എമിറേറ്റ്സ് എയർലൈൻസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഇവിടേക്ക് മാറും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു എയർപോർട്ട് മാത്രമല്ല, അതിനു ചുറ്റും വീടുകളും ഓഫീസുകളും ഹോട്ടലുകളും എല്ലാം ഉള്ള ഒരു പുതിയ നഗരം തന്നെയാണ് അവിടെ ഒരുങ്ങുന്നത്. ഇനി ദുബായിക്ക് കനത്ത വെല്ലുവിളിയായി സൗദി അറേബ്യ ഒരുങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അവരുടെ വിഷൻ 2030 എന്ന വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് തലസ്ഥാനമായ റിയാദിൽ നിർമ്മിക്കുന്ന കിങ് സൽമാൻ ഇന്റർനാഷണൽ എയർപോർട്ട്. എണ്ണയെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ സൗദി ടൂറിസത്തിന്റെയും ലോകം ആകർഷിക്കാനുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഇതിലൂടെ നടക്കുന്നത്. 6 സമാന്തര റൺവേകളോട് കൂടിയ ഈ എയർപോർട്ട് 2030ഓടെ പ്രവർത്തനക്ഷമമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുടക്കത്തിൽ 12 കോടി യാത്രക്കാരെയും പിന്നീട് 18 കോടിയിലധികം യാത്രക്കാരെയും ആകർഷിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഈ എയർപോർട്ടിന്റെ പ്രധാന ആകർഷണം റിയാദ് എയർ എന്ന പുതിയൊരു എയർലൈൻ ആയിരിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കണക്ഷൻ നൽകുന്ന ഒരു ഗ്ലോബൽ ഹബ്ബായി റിയാദിനെ മാറ്റുകയാണ് അവരുടെ സ്വപ്നം. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും ഒരു സംശയം തോന്നും, എന്തിനാണ് ഇത്രയും പണം മുടക്കി ഇത്രയും വലിയ വിമാനത്താവളങ്ങൾ ഇവർ നിർമ്മിക്കുന്നതെന്ന്? ഇത് വലുപ്പത്തിന്റെ മാത്രം ഒരു കളിയല്ല. ഇതിന് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി ഇവരുടെ സ്ഥാനം തന്നെയാണ്. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയാണ് ഗൾഫ് മേഖല. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നവർക്ക് ഒരിടത്തിറങ്ങി മറ്റൊരു ഫ്ലൈറ്റ് പിടിക്കാൻ ഏറ്റവും സൗകര്യപ്രദമായ ഒരിടം. ഈ ട്രാൻസിറ്റ് യാത്രക്കാരെ പിടിക്കുന്നവർക്ക് വ്യോമയാന രംഗം ഭരിക്കാം. രണ്ടാമത്തെ കാരണം ടൂറിസമാണ്. ഈ എയർപോർട്ടുകൾ ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെയും ബിസിനസ്സുകാരെയും രാജ്യത്തേക്ക് ആകർഷിക്കും. അത് ആ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി മാറും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും മികച്ച എയർപോർട്ട് എന്ന പേര് ആര് സ്വന്തമാക്കും? വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ദുബായോ അതോ പുതിയ സ്വപ്നങ്ങളുമായി വരുന്ന റിയാദോ? ഏതായാലും യാത്രക്കാർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും നൽകാൻ പോകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.